ഗൈഡ് കോളേജിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് പാരാമെട്രിക് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സെഡ് ടെസ്റ്റ് എന്താണെന്നും ടി ടെസ്റ്റ് എന്താണെന്നും അവയെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പാരാമെട്രിക് ടെസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ആയിട്ടുള്ള എഫ് ടെസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് പറഞ്ഞിരുന്നു വേരിയൻസ് റേഷ്യോ ടെസ്റ്റ് എന്നും നമ്മൾ എഫ് ടെസ്റ്റിന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ പോപ്പുലേഷൻ്റെ വേരിയൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് പോപ്പുലേഷൻ സാമ്പിളിൻ്റെ പോപ്പുലേഷൻ്റെ വേരിയൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എഫ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടു ചെക്ക് ദി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് എന്നാണ് നമ്മൾ എന്തിനു വേണ്ടി പറയുന്നത്, എഫ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പറയുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സാമ്പിളിൻ്റെ വേരിയൻസിൻ്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോപ്പുലേഷൻ വേരിയൻസിൽ എന്തെങ്കിലും രണ്ട് പോപ്പുലേഷൻ വേരിയൻസിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ S1² ഡിവൈഡഡ് ബൈ S2² എന്നുള്ളതാണ്. ഓക്കെ, S1² ഡിവൈഡഡ് ബൈ S2². ഇല്ല എങ്കിൽ നമുക്ക് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ N1 ഇൻറ്റു S1² ഓൾ ഡിവൈഡഡ് ബൈ N-1 divided by N2 into S2² divided by ഇത് N1 ആണ്, N2 - 1 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി S1² എങ്ങനെയാണ് കാണാന്നുള്ളത് പറയാണ്. S1² ഈസ് ഈക്വൽ ടു സിഗ്മ x1 മൈനസ് x ബാർ all square divided by N-1 ആണ്. ഓക്കെ, ഇനി അടുത്തത് S2² എന്താണെന്നുള്ള പറയാണ്. S2² ഈസ് ഈക്വൽ ടു സിഗ്മ x2 മൈനസ് x ബാർ 2 all square divided by N2 - 1 ആണ്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. ഒന്നാമത്തെ സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, N-1 ആണ്. രണ്ടാമത്തെ സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N2 - 1 ആണ്. കാരണം നമുക്ക് ടേബിൾ വാല്യൂ കാണണമെങ്കിൽ നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 സാമ്പിളിലെ വേരിയൻസ് അല്ലേ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫ് ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ചെക്ക് ചെയ്യണമെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, ടേബിൾ വാല്യൂ നമുക്ക് കാണണമെങ്കിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് ആവശ്യമുണ്ട് എഫ് വാല്യൂ കാണണമെങ്കിൽ. അപ്പം അതിൽ ഒന്നാമത്താണ് ഇത് N-1, രണ്ടാമത്താണ് N2 - 1 എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് S1² ഡിവൈഡഡ് ബൈ S2² എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ലാർജ്, ഇത് ഒന്നാമത്തെ സാമ്പിളിന്റെ വേരിയൻസ് ആണ്, ഇത് രണ്ടാമത്തെ സാമ്പിളിന്റെ വേരിയൻസ് ആണ്. ഇവിടെ നമ്മൾ S1² എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് സാമ്പിൾ വേരിയൻസ് ആണ്, ലാർജ് വേരിയൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ്. അതായത് S2ന്റെ വാല്യൂ ആണ് S1² വാല്യൂവിനേക്കാൾ കൂടുതലെങ്കിൽ നമ്മൾ നോമിനേറ്ററിൽ എഴുതേണ്ടത് ഏതാണ്, S2² ആണ്. ഓക്കെ, S1² ചെറുതാണെങ്കിൽ S1² എന്നുള്ളത് അടിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ശരിക്കും ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ് എന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് V1 V2 എന്ന് നമ്മൾ പറയും അല്ലെ. ഇവിടെ V1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജർ വേരിയൻസ് ഉള്ള സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് രണ്ടാമത്തെ സാമ്പിളിന്റെ വേരിയൻസ് ആണ് കൂടുതലെങ്കിൽ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും, V1 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റ് സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. ഓക്കെ, ഇനി V2 എന്ന് പറയുന്നത് അപ്പോൾ സ്മോളർ വേരിയൻസ് സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് മാറും. അതായത് S1ന്റെ വേരിയൻസ് എന്ന് പറയുന്നത് ചെറുതും S2ന്റെ വേരിയൻസ് എന്ന് പറയുന്നത് കൂടുതലുമായാൽ നമ്മളിവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിട്ട് എടുക്കേണ്ടതിൻ്റെയാണ് S2ന്റെ ആണ് V1 എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം. S1ന്റെ എന്താവും, V2 എന്ന് പറയുന്ന സ്മോളർ വേരിയൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് മാറും. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി
കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഇത്രയുമാണ് എഫ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എഫ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പോപ്പുലേഷൻ വേരിയൻസ് ചെക്ക് ചെയ്യാനുള്ളതാണ് എഫ് ടെസ്റ്റ്. അത് സാമ്പിളിന്റെ വേരിയൻസ് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു S1² ഡിവൈഡഡ് ബൈ S2² ആണ് നമ്മൾ എഫ് റേഷ്യോക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ് ആണ് ഇവിടെ നമ്മൾ എഫിന്റെ വാല്യൂ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും, V1ഉം V2ഉം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ S1² കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ x1 മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ n-1 ആണ്. S2 കാണുവാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, S2² കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x2 മൈനസ് എക്സ് ബാർ 2 ഓൾ ഡിവൈഡഡ് ബൈ n-1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ എഫ് ടെസ്റ്റിന്റെ ഒരു പ്രോബ്ലം ചെയ്യാണ്. പ്രോബ്ലം ഞാൻ വായിക്കുകയാണ്. 2 റാൻഡം സാമ്പിൾസ് ആർ ഡോൺ ഫ്രം 2 നോർമൽ പോപ്പുലേഷൻ ആൻഡ് ദി ഫോളോയിങ് റിസൾട്ട് വേ ഒബ്റ്റൈൻഡ്. അല്ലെ, സാമ്പിൾ 1ഉം സാമ്പിൾ 2ഉം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സാമ്പിൾ 1ൽ വരുന്ന വാല്യൂസ് 14, 15, 18, 12, 9, 22. സാമ്പിൾ 2ൽ 10, 12, 9, 8, 11. അല്ലെ, ഇനി ഇവിടെ നോക്കുക. ടെസ്റ്റ് വെദർ ദി പോപ്പുലേഷൻ ഹാവ് സെയിം വേരിയൻസ്. അല്ലെ, ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഏതെടുക്കും? ആൽഫയുടെ വാല്യൂ ആൽഫ ഈസ് ഈക്വൽ ടു 0.05 എന്നെടുക്കും, അല്ലെങ്കിൽ 5% എന്നെടുക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ടെസ്റ്റ് വെദർ ദി പോപ്പുലേഷൻ ഹാവ് സെയിം വേരിയൻസ്. പോപ്പുലേഷന്, അതായത് ഈ സാമ്പിളിന്റെ പോപ്പുലേഷന് സെയിം വേരിയൻസ് ആണോ, 2 പോപ്പുലേഷൻ വേരിയൻസും ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ H0 നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്താണ്? യെസ്, ഓഫ് കോഴ്സ് എന്താണ്? അവിടെ there is no significance difference between 2 population variants എന്നാണ് നമ്മൾ എപ്പോഴും H0 നമ്മൾ എന്താക്കുന്നത്? സെറ്റ് ചെയ്യുന്നത്. H0 എപ്പോഴും നമ്മൾ ഒരു ഈക്വൽ ടു സൈൻ അല്ലേ വെക്കല്. അപ്പോൾ H0 നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് there is no significant difference between population variants എന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ H0 സെറ്റ് ചെയ്തിട്ടുണ്ട്. H0 എന്താണ്? നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ വേരിയൻസ്. അതായത് പോപ്പുലേഷൻ വേരിയൻസിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഹൈപ്പോത്തീസിസ്, നൾ ഹൈപ്പോത്തീസിസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ എഫിന്റെ വാല്യൂ കാണാൻ വേണ്ടി പോവാണ്. എഫിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? S1² ഡിവൈഡഡ് ബൈ S2². അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ലാർജ് വേരിയൻസ് ആണ് നോമിനേറ്ററിൽ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? S1² കാണാനുള്ള ഇക്വേഷൻ സിഗ്മ x1 മൈനസ് എക്സ് ബാർ 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 ആണ്. S2² കാണാനുള്ള ഇക്വേഷൻ സിഗ്മ x2 മൈനസ് എക്സ് ബാർ 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-2 ആണ്. അല്ലെ, ഇനി നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എഫിന്റെ വാല്യൂ കാണാൻ വേണ്ടി പോവാണ്. ഇനി എഫിന്റെ വാല്യൂ കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള 2 സാമ്പിളിന്റെ വാല്യൂസ് നമ്മൾ എഴുതിയിട്ട് അതിന്റെ S1ന്റെ വാല്യൂവും S1² വാല്യൂവും S2² വാല്യൂവും എന്താക്കണം? നമ്മൾ കാണണം. അത് നമ്മൾ എഴുതി കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ x1 x2 എന്ന് പറയുന്ന 2 സാമ്പിളിന്റെ വാല്യൂസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ x1 ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. x1 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എന്ത് കാണണം? S1² കാണണം, അതേപോലെ തന്നെ S2² കാണണം. ഇവിടെ നോക്കുക, S1² കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് ബാർ 2 കാണണം. എക്സ് ബാർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സാമ്പിളിന്റെ ആവറേജിനെയാണ് നമ്മൾ എക്സ് ബാർ 1 എന്നും എക്സ് ബാർ 2 എന്നും പറയുന്നത്. ഇവിടെ എക്സ് ബാർ 1 ആണ്, സോറി, എക്സ് ബാർ 1 ഓൾ സ്ക്വയർ ആണ്. അല്ലെ, അപ്പൊ എക്സ് ബാർ 1 ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പൊ എക്സ് ബാർ 1 കാണണമെങ്കിൽ ആദ്യം x1ന്റെ വാല്യൂ മൊത്തമായിട്ട് കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 90 ആണ്. അല്ലെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് ബാർ ഡിവൈഡഡ് ബൈ n ഈസ് ഈക്വൽ ടു എക്സ് ബാർ 1 നമുക്ക് കിട്ടും. അല്ലെ, അപ്പൊ ഇത് മൊത്തമായിട്ട് കൂട്ടിയിട്ട് എണ്ണം കൊണ്ട്, അതായത് n കൊണ്ട് നമ്മൾ എന്താക്കണം? ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അല്ലെ, 90 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 15 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. അല്ലെ, എക്സ് ബാർ 1 എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? x1 മൈനസ് എക്സ് ബാർ 1 ആണ്. അല്ലെ, x1 മൈനസ് എക്സ് ബാർ 1, x1 മൈനസ് എക്സ് ബാർ 1, ഇതാണ് x1. ഇതിൽ നിന്നും ഓരോ എക്സ് ബാർ 1 എന്താക്കണം? ഈ ഓരോ x1ൽ നിന്നും എക്സ് ബാർ 1 നമ്മൾ മൈനസ് ചെയ്യണം. എക്സ് ബാർ 1 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കുക, 14 മൈനസ് 15 മൈനസ് 1 0 3 മൈനസ് 3 6 മൈനസ് 6 7. അല്ലേ, ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? x1 മൈനസ് എക്സ് ബാർ 1 ഓൾ സ്ക്വയർ ആണ് കാണേണ്ടത്. ഇത് കാണാനുള്ള കാരണം എന്താണ്? ഇക്വേഷനിൽ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. x1 മൈനസ് എക്സ് ബാർ 1 ഓൾ സ്ക്വയർ എന്നാണ് ഇക്വേഷനിൽ തന്നിട്ടുള്ളത്. അല്ലേ, അപ്പൊ ഇക്വേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്താക്കുവാൻ? ഓരോ വാല്യൂസും കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ x1 മൈനസ് എക്സ് ബാർ 1 ഓൾ സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് കാണുന്നത്. -1 സ്ക്വയർ 1 0
9, 36, 49 ഇങ്ങനെയാണ് കിട്ടുക അല്ലേ. ഇനി സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടലാണ്. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും? 104 ആണ് വരിക. ശ്രദ്ധിക്കാം, x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയറിന്റെ ടോട്ടലാണ് 104 എന്ന് പറയുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? സിഗ്മ x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിഗ്മ x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 104 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓൾ ഡിവൈഡഡ് ബൈ n-1 ആണ് അല്ലേ. n-1 എന്ന് പറയുമ്പോൾ n-1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര x1ന്റെ എത്ര വാല്യൂസ് ആണ് എടുത്തിട്ടുള്ളത് നോക്കുക. 1, 2, 3, 4, 5, 6 6 വാല്യൂസ് ആണ് അല്ലേ. 6 മൈനസ് 1 5 എന്ന് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഈ 104നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 5 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 20.8 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മൾ s2 സ്ക്വയറിന്റെ വാല്യൂ കാണാൻ വേണ്ടി പോവാണ്. s2 സ്ക്വയറിന്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം x⁻2 കാണണം. x⁻2 എങ്ങനെയാണ് കാണുക? x2 മൊത്തമായിട്ട് കൂട്ടുക. സിഗ്മ x2 ഡിവൈഡഡ് ബൈ n ആണ്. n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ ഇത് മൊത്തം കൂട്ടുന്ന സമയത്ത് 50 എന്നാണ് ആൻസർ കിട്ടുന്നത്. x2 മൊത്തമായിട്ട് കൂട്ടുമ്പോൾ അതിനാണ് സിഗ്മ x2 എന്ന് പറയുന്നത്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ആൻസർ x⁻2 നമുക്ക് കിട്ടും. എന്നിട്ട് ഓരോ x2 നിന്നും നമ്മൾ ഈ x⁻2 എന്താക്കണം? നമ്മൾ ഇവിടെ മൈനസ് ചെയ്യണം. x⁻2 മൈനസ് x⁻2 അതായത് 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 10 ഈസ് ഈക്വൽ ടു 0, 12 മൈനസ് 10 ഈസ് ഈക്വൽ ടു 2, 9 മൈനസ് 10 ഈസ് ഈക്വൽ ടു -1, 8 മൈനസ് 10 ഈസ് ഈക്വൽ ടു -2, 11 മൈനസ് 10 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? x2 മൈനസ് x⁻2 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, 2 സ്ക്വയർ 4, 1 4 1 അല്ലേ. ഇനി ഇവിടെ നോക്കുക, ഇനി എന്താ ചെയ്യേണ്ടത്? x2 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഇനി അതിന് മുമ്പിൽ എന്തുണ്ട്? സിഗ്മ ഉണ്ട്. സിഗ്മ വന്നു കഴിഞ്ഞാൽ എന്താക്കണം? ഇത് മൊത്തമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 10 എന്നാണ് കിട്ടുക അല്ലേ. ഓക്കെ, 10 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി. ഇതെന്താണ്? എന്ത് വാല്യൂ ആണിത്? സിഗ്മ x2 മൈനസ് x⁻2 എന്ന് പറയുന്ന വാല്യൂ ആണിത്. ഇനി നമുക്ക് എന്ത് കാണണം? s2 സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കാണണം. അതായത് s2 സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ സിഗ്മ x2 മൈനസ് x⁻2 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. 10നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? n-2 അല്ലേ. രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അവിടെ രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4 എന്നാണ് വരിക. 10 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 2.5 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് s2 s1 സ്ക്വയറോ? s2 സ്ക്വയർ ആണ് 2.5, s1 സ്ക്വയർ ആണ് 20.8. ഇത് നമ്മൾ നേരത്തെ കണ്ടുവച്ചതായിരുന്നു അല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്? നമ്മൾ എഫിന്റെ വാല്യൂ കാണേണ്ടത്. അപ്പോൾ എഫിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ s1 ഡിവൈഡഡ് ബൈ s2 എന്നുള്ളതാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ എടുക്കേണ്ട ഏതാണ്? ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലാർജർ വേരിയൻസ് ഏതാണ്? s1 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ഉപയോഗിച്ചാൽ മതി? s1 ഡിവൈഡഡ് ബൈ s2 എന്നുള്ളത് മാത്രം s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ s2 സ്ക്വയർ എന്നുള്ളത് ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ സപ്പോസ് s2 സ്ക്വയർ ആണ് വലിയ സംഖ്യയെങ്കിൽ ഇവിടെ 2.5 ചെറിയ സംഖ്യയാണ് അല്ലേ, 20.8 വലിയ സംഖ്യയാണ്. ഇനി സപ്പോസ് നമുക്ക് s2 സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് വലിയ സംഖ്യ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ s1 സ്ക്വയറിന് പകരം s2 സ്ക്വയർ ഇട്ടിട്ട് നമ്മൾ എന്താക്കണം? s1 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും എഫിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതൽ എങ്കിൽ പോലും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതാണ് ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ് എന്നുള്ളതാണ് എന്ന് നമ്മൾ എന്താക്കണം? മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമ്മൾ ഇതിന്റെ എഫിന്റെ വാല്യൂ കാണാൻ വേണ്ടി പോവാണ്. f ഈസ് ഈക്വൽ ടു 20.8 ഡിവൈഡഡ് ബൈ 2.5. ഇതിന്റെ ആൻസർ 8.32 എന്നാണ് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പം എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഫിന്റെ വാല്യൂ എത്രയാണ്? എഫിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 8.32 ആണ്. ഇനി ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ
കാരണം ഇവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയാൽ മാത്രമേ നമുക്ക് ടേബിൾ വാല്യൂ എഫിന്റെ ടേബിൾ വാല്യൂ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ നോക്കുക, V1 എന്ന് പറയുന്ന ഒന്നാമത്തെ ടേബിൾ വാല്യൂ ആണ്, ഒന്നാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് ആദ്യത്തെ സാമ്പിൾ എത്ര ഉണ്ട് നോക്കുക, ആദ്യത്തെ സാമ്പിൾ എത്രയാണ്? 6 അതിൽ നിന്നും 1 കുറയ്ക്കുക, അപ്പം കിട്ടുന്ന ആൻസർ ആണ് എന്ത്? V1 എന്ന് പറയുന്നത്. V2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, അതായത് 5. രണ്ടാമത് നമ്മൾ എത്ര സാമ്പിൾ എടുത്തിട്ടുണ്ട്? 5 സാമ്പിളാണ് എടുത്തത് അല്ലേ. 5 - 1 = 4. അപ്പൊ ഇവിടെ V1 എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിലെ ഏറ്റവും വലിയ ലാർജ് സാമ്പിൾ ആയിട്ടുള്ള ലാർജ് സാമ്പിളിന്റെ എണ്ണമാണ്, ലാർജ് വേരിയൻസ് സാമ്പിളിന്റെ എണ്ണമാണ് ഇത് V1 എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്നത് ലാർജ് വേരിയൻസ് സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ V2 എന്ന് പറയുന്നതോ സ്മോളർ വേരിയൻസ് ഉള്ള സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് V2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 വാല്യൂസ് വെച്ചിട്ടാണ് 5 and 4 എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ ടേബിൾ വാല്യൂ കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ ഇവിടെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ എത്ര എടുക്കും? 0.05 എന്ന് എടുക്കും. അപ്പോൾ നമുക്കിവിടെ എഫിന്റെ വാല്യൂ കാണണമെങ്കിൽ നമുക്കിവിടെ ആവശ്യം 2 ഡിഗ്രി ഓഫ് ഫ്രീഡവും അതേപോലെ തന്നെ ആൽഫയുടെ വാല്യൂമാണ്. ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? എഫ് വാല്യൂ നമുക്ക് ടേബിളിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കും. എഫ് ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ എഫ് ടെസ്റ്റിന്റെ ടേബിൾ വാല്യൂ കാണുന്ന ടേബിളാണ് ഇത്. 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചിട്ട് എഫ് ടെസ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ എഫിന്റെ വാല്യൂ കാണുന്നതാണ്. ഇതിന് തൊട്ടടുത്ത പേജിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ എഫിന്റെ വാല്യൂ കാണുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുക, N1 N2 എന്ന് പറയുന്ന 2 വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. N1 എന്ന് പറയുന്നത് ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, N2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ N1 എന്ന് പറയുന്ന ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ എടുക്കേണ്ടത് ഇവിടെയാണ്. N2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് താഴോട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമ്മുടെ N1 എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് 6 - 1 അല്ലേ, അപ്പം 5 എന്ന് നമുക്ക് നേരത്തെ ആൻസർ കിട്ടിയിരുന്നു. അപ്പോൾ 5 ആണ് ഒന്നാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരുന്നു? 4 ആയിരുന്നു അല്ലേ. 5 - 1 = 4. ഇനി ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്ന വാല്യൂസ് എത്രയാണെന്ന് നോക്കി, എത്രയാണത്? 6.26 ആണ് നമ്മുടെ ഇവിടെയുള്ള എഫ് ടെസ്റ്റിന്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നാമത്തേത് ഇവിടെ എടുക്കണം, രണ്ടാമത് താഴോട്ട് എടുക്കണം. 5 ലെവൽ സിഗ്നിഫിക്കൻസിൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്താക്കുക? ആ 2 വാല്യൂയും കൂടി കോമൺ ആയിട്ട് വരുന്ന ഒരു വാല്യൂ നമ്മൾ എടുക്കുക. അതിനാണ് എന്ത് പറയുന്നത്? എഫ് ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ എഫിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 8.32 ആണ്. ടേബിൾ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 6.26 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ എന്നുള്ളതാണ് അല്ലേ. ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്ത്? കാൽക്കുലേറ്റഡ് വാല്യൂ. ഈ സന്ദർഭത്തിൽ നമ്മൾ എപ്പോഴും ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്? അതായത് ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? H0 റിജക്റ്റ് ചെയ്യും അല്ലേ. H0 അക്സെപ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ. ഇവിടെ എന്താണ്? ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കുറവാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ H0 നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? H0 എന്ന് പറയുന്നത് എന്താണ്? നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ വേരിയൻസ് അല്ലെ. 2 പോപ്പുലേഷൻ വേരിയൻസും തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ല എന്നാണ് H0 എങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ H0 റിജക്റ്റ് ചെയ്യുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇവിടെ നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്നാണെങ്കിൽ there is a significant difference between 2 population variants എന്നായിട്ട് മാറും അല്ലെ. അതായത് ഇവിടെ എന്തുണ്ട്? ഈ 2 പോപ്പുലേഷൻ വേരിയൻസ് തമ്മിൽ ഒരു ചെറിയ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ചെറുത് എന്നുള്ള ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ള ഒരു അസംഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. അപ്പം ഇതാണ് എഫ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഫ് ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എഫിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുക, ടേബിൾ വാല്യൂ എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, ഇതോടുകൂടി ഏകദേശം എഫ് ടെസ്റ്റ് ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.